എലികുമാരിയുടെ വരൻ. തൻ്റെ സുന്ദരിയായ മകളെ ലോകത്തെ ഏറ്റവും കരുത്തന് വിവാഹം ചെയ്തു കൊടുക്കണമെന്നായിരുന്നു ചുണ്ടലിയമ്മയുടെ ആഗ്രഹം. സൂര്യദേവനാണ് ലോകത്തെ ഏറ്റവും കരുത്തനെന്നു കരുതി അവർ മകളെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ സവിധത്തിലെത്തി. എന്നിട്ടിങ്ങനെ പറഞ്ഞു: സൂര്യദേവ, അങ്ങാണല്ലോ ലോകത്തെ ഏറ്റവും കരുത്തൻ. എൻ്റെ സുന്ദരിയായ മകളെ അങ്ങ് വിവാഹം ചെയ്താലും. ഇതു കേട്ട് സൂര്യദേവൻ പറഞ്ഞു: ചുണ്ടലിയമ്മേ, നിങ്ങളുടെ മകളെ എനിക്ക് വധുവായി വാഗ്ദാനം ചെയ്തതിനു നന്ദി. പക്ഷേ ഈ ലോകത്തെ ഏറ്റവും കരുത്തൻ ഞാനല്ല, മഴയാണ്. മഴക്കാറുകൾക്ക് എന്നെ ക്ഷണനേരത്തിനുള്ളിൽ മറയ്ക്കാൻ കഴിയും. ഉടൻ തന്നെ ചുണ്ടലിയമ്മ മഴയുടെ ദേവന്റെ അടുത്തെത്തി തൻ്റെ മകളെ വധുവായി സ്വീകരിക്കാമോ എന്ന് ചോദിച്ചു. മഴദേവൻ ചുണ്ടലിയമ്മയ്ക്ക് നന്ദി പറഞ്ഞു. പക്ഷേ ഏറ്റവും കരുത്തൻ വായുദേവനാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷം. എൻ്റെ മഴക്കാറുകളെ ഇഷ്ടത്തിനൊത്ത് ഊതി പറപ്പിക്കാൻ കഴിവുള്ള ആളാണ് അദ്ദേഹം, മഴദേവൻ പറഞ്ഞു. വായുദേവനോട് തൻ്റെ ചോദ്യം ആവർത്തിച്ച ചുണ്ടലിയമ്മയെ അദ്ദേഹം പർവ്വതദേവന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എത്ര ശക്തിയായി ഞാൻ വീശിയാലും വഴിയിൽ കുലുങ്ങാതെ നിൽക്കുന്ന പർവ്വതമാണ് ലോകത്തെ ഏറ്റവും കരുത്തൻ, വായുദേവൻ പറഞ്ഞു. ഇത് കേട്ട് ചുണ്ടലിയമ്മ താമസമില്ല എലികളുടെ രാജാവിൻ്റെ അടുത്തെത്തി അഭ്യർത്ഥിച്ചു: പ്രഭു, എൻ്റെ ഈ സുന്ദരിയായ പുത്രിയെ അങ്ങ് ഭാര്യയായി സ്വീകരിച്ചാലും. ചുണ്ടലി രാജനാകട്ടെ ചുണ്ടലിയമ്മയുടെ ആവശ്യം സന്തോഷപൂർവ്വം അംഗീകരിച്ചു. അങ്ങനെ ചുണ്ടലികുമാരിയെ ചുണ്ടലി രാജൻ ആഘോഷപൂർവ്വം വിവാഹം കഴിച്ചു. അപ്പോൾ ഈ കഥയുടെ ഗുണപാഠമാണ്: ചേരേണ്ടതേ ചേരൂ. ഇനി അടുത്ത കഥയുമായി അടുത്ത ദിവസം കാണാം.